ഹൈറേഞ്ചിലെ കുടിയേറ്റ കർഷകരുടെ അതിജീവന പോരാട്ടങ്ങൾ പ്രമേയമായ ഹരിതവിലാപം എന്ന നാടകം അരങ്ങിലെത്തി. അരനൂറ്റാണ്ടോളമായി നാടകരംഗത്ത് ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള കാഞ്ചിയാർ ആൽഫയാണ് നാടകം അവതരിപ്പിച്ചത്. ഇടുക്കിയിലെ കുടിയേറ്റ കർഷകരുടെ പ്രതിസന്ധികളും അതിജീവന പോരാട്ടവുമാണ് ഹരിതവിലാപം എന്ന നാടകത്തിന്റെ പ്രമേയം. ഒരുപാട് പ്രതീക്ഷകളുമായി ഇടുക്കിയിലെ മലനിരകളിലേക്ക് കുടിയേറിയ ഒരു ജനത. പ്രതിസന്ധികളോട് പടവെട്ടി അവർ ജീവിതം കരുപ്പിടിപ്പിച്ചു. എന്നാൽ ഇപ്പോഴും നിയമത്തിന്റെ നൂലാമാലകളിൽ അവരുടെ ജീവിതം കുരുങ്ങിക്കിടക്കുന്നു. മലയോര ജനത അനുഭവിച്ചതും ഇപ്പോഴും നേരിടുന്നതുമായ പ്രശ്നങ്ങൾ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ആൽഫയിലെ നാടക പ്രവർത്തകർ. ആയിരത്തി 1980-കളിൽ മലയാള നാടക ലോകത്ത് നിരവധി അടയാളപ്പെടുത്തലുകൾ നടത്തിയ നാടകസമിതിയാണ് കാഞ്ചിയാർ ആൽഫ. ഒരിടവേളയ്ക്ക് ശേഷമാണ് ആൽഫ തിയേറ്റേഴ്സ് പുതിയ നാടകവുമായി അരങ്ങിലെത്തിയത്. നിരവധി നാടകങ്ങൾ ഈ സമിതിയുടെ ബാനറിൽ അവതരിപ്പിച്ചിരുന്നു. കേരളത്തിലെമ്പാടുമുള്ള മത്സരവേദികളിൽ 80-കളിൽ നിറഞ്ഞു നിന്ന സമിതിയാണ് കാഞ്ചിയാർ ആൽഫ തിയേറ്റേഴ്സ്. 4 നൂറ്റാണ്ടിന് ശേഷം അതിൻ്റെ പഴയ പ്രവർത്തകരെല്ലാം ഒരുമിച്ച് കൂടി വീണ്ടും ഇത് പുനർജീവിപ്പിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പുതിയ ഒരു നാടകവുമായി രംഗത്ത് വന്നത്. ഈ നാടകം കേരള സംഗീത നാടക അക്കാദമിയുടെ അമച്വർ നാടക മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കുകയും കഴിഞ്ഞ 2-ാം തീയതി കൊല്ലം നീരാവിലിൽ വെച്ച് അതിൻ്റെ ആദ്യ അവതരണം നടക്കുകയും ഹൈറേഞ്ച് ജീവിതത്തിൽ പഴയ നാളുകളും വർത്തമാനകാല പ്രതിസന്ധികളുമാണ് ഈ നാടകം ചർച്ച ചെയ്യുന്നത്. ഇടുക്കിയിലെ ജനങ്ങൾ നിരവധിയായ സാമൂഹ്യ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വലിയ ഒരു സന്ദേശം ഈ നാടകത്തിലൂടെ കൊടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. കാഞ്ചിയാർ രാജൻ എഴുതിയ നാടകം സംവിധാനം ചെയ്തിരിക്കുന്നത് ഗൗതം സുരേഷ് മാധവാണ്. കുടിയേറ്റ ജീവിതത്തിന്റെ സങ്കീർണമായ ജീവിത സാക്ഷ്യങ്ങളാണ് ആൽഫയുടെ ഹരിതവിലാപം എന്ന നാടകം. അഭിനയം രംഗത്തെ സമ്പൂർണമായും മാറ്റുന്ന ഈ തലമുറയിൽ സ്വീകാര്യത ഉണർത്തുന്ന തരത്തിലാണ് ആൽഫ നാടകവുമായി അരങ്ങ് കീഴടക്കിയത്. നിരവധി ആളുകളാണ് നാടകം ദർശിക്കുവാൻ കാഞ്ചിയാർ പള്ളിക്കവല സാംസ്കാരിക നിലയത്തിൽ എത്തിയത്.